നിന്ന് എടുക്കണത്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് പറയാം. 1-2 മൈലാഞ്ചി ഇല എടുത്ത ശേഷം പച്ച മഞ്ഞളും കൂടി കൂട്ടി യോജിപ്പിച്ച് നല്ലതുപോലെ അരച്ച ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് നല്ല കളർ വരും. പക്ഷേ 1-2 മൈലാഞ്ചി ഇല മാത്രമേ എടുക്കാവൂ, ഒരുപാട് എടുക്കരുത്. എങ്കിൽ മുഖം നല്ല ചുമന്ന് വരും. അപ്പം അങ്ങനെ ചെയ്തു നോക്കുക. ഇനി ഉള്ളിൽ കഴിക്കാവുന്ന ശരീര സൗന്ദര്യം വരാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ കഴിക്കാവുന്ന ടിപ്സാണ് പറയാൻ പോണത്. ഒരു പിടി നെല്ലിക്ക എടുക്കുക, അതിനെ ചതച്ച് അതിൻ്റെ നീരെടുത്ത ശേഷം അതിൽ അല്പം പഞ്ചസാര ചേർത്ത് അതെല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കും. ഇനി അസിഡിറ്റി ഉള്ള ആൾക്കാർ നെല്ലിക്ക കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട. കാരണം ചിലർക്ക് അസിഡിറ്റി ഉണ്ട്, ഗ്യാസ് കയറുക. അപ്പോൾ അവർ 1-2 നെല്ലിക്ക എടുത്താൽ മതി. അപ്പോൾ അത് ചെയ്യാം. ഇനി വേറെ ടിപ്സ് എന്ന് പറയണത്, ഉലുവ ഉണ്ട്. ആഴ്ചയിലൊരു 3 ദിവസം കഞ്ഞി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് സൗന്ദര്യം വരും, മുഖത്തും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും, നമ്മുടെ ശരീരം നല്ല സൗന്ദര്യമുള്ളതായി തീരും. ഇനി നെയ്ക്കുമ്പളങ്ങ നിങ്ങൾക്കറിയായിരിക്കും. നെയ്ക്കുമ്പളങ്ങ എടുത്ത ശേഷം വാഴപ്പിണ്ടിയുടെ നീരും നെയ്ക്കുമ്പളങ്ങയുടെ നീരും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് അത് രാവിലെ എല്ലാ ദിവസവും വെറും വയറ്റിൽ കഴിച്ചാലും നല്ലതാണ്. ഈ നെയ്ക്കുമ്പളങ്ങയുടെ നീര് നമുക്ക് തടി കുറയാനൊക്കെ നല്ല ഒരു വൈറ്റമിൻസാണ്. അതിൽ എല്ലാവരും വിചാരിക്കും നെയ്ക്കുമ്പളങ്ങയിൽ ഒന്നുമില്ല, വിറ്റാമിൻ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ് തടിയെല്ലാം കുറയാൻ വേണ്ടി. ഡെയിലി ഒരു 10-15 ദിവസം തുടർച്ചയായിട്ട് യൂസ് ചെയ്തൊക്കെ വയറെല്ലാം പോയി നല്ല ചുട്ടി വരും. ഇനിയൊരു ടിപ്സ് എന്ന് പറയണത്, ഒരു 2 ഗ്ലാസ് പാല്, പശുവിൻ പാലെടുത്ത ശേഷം ഒരു 10 ഈത്തപ്പഴം ഇട്ട് അതിൽ വയ്ക്കുക. വെച്ചതിന് ശേഷം തലേ ദിവസം രാത്രി ഇട്ട് വയ്ക്കണം. രാവിലെ അത് മിക്സിയിൽ അടിച്ച ശേഷം ഒരു കഷ്ണം ഏലക്കയും ഒരു 2-3 തുള്ളി തേനും കൂടെ മിക്സ് ചെയ്ത് അതിനെ മിക്സിയിൽ നന്നായി അടിച്ച് എല്ലാ ദിവസവും, അതായത് 10-30 ദിവസം തന്നെ കഴിക്കാമെങ്കിൽ, അതായത് 1-2 കഴിച്ചാലും മതി, ശരീരത്തിന് നല്ല പുഷ്ടിയും സൗന്ദര്യവും നിറവും പിന്നെ ഒക്കെ ഉണ്ടാവും. നല്ല ഒരു കാന്തി, അതായത് കണ്ണുകൾക്ക് തിളക്കം, പല്ലിന് തിളക്കം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം അടിക്കാൻ വേണ്ടി. കുരുവോടുകൂടി അടിക്കരുത്. തലേ ദിവസം കുരുവോടുകൂടി തന്നെ വെള്ളത്തിൽ ഇട്ട ശേഷം പിറ്റേന്ന് രാവിലെ അതിൻ്റെ കുരു നീക്കം ചെയ്ത ശേഷം മാത്രമേ ഇതടിക്കാവൂ. അപ്പം നാളെ പുതിയ ടിപ്സുമായിട്ട് വരുന്നത് വരേക്ക്